എനിക്ക് തോന്നുന്നത് ഈ ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും നിൽക്കുന്ന പാർട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പമുള്ള ഒരു കാലമാണ് ഇപ്പോൾ ഈ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. കാരണം മുമ്പ് ആ, പ്രതിപക്ഷത്ത് ഇരുന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയേണ്ട ബാധ്യത ഇപ്പോൾ സർക്കാരിനെ നയിക്കുന്ന ഭരണപക്ഷത്തിന്, ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന് ഇല്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ കള്ളാടിയിലെ ദുരന്തം കണ്ടു കഴിഞ്ഞ് വന്ന പ്രതികരണങ്ങളെല്ലാം കേൾക്കുമ്പോൾ, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങൾ കേട്ടപ്പോൾ ഒരു സമയത്ത് നമ്മൾ സംശയിച്ചത് പ്രതിപക്ഷം എങ്ങാനുമാണോ ഇപ്പോഴും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയിൽ നിന്നുകൊണ്ടാണോ ഇവർ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതെന്ന് തോന്നിപ്പോയി. പക്ഷേ ഇപ്പുറത്ത് ഏതാണ്ട് അതിൻ്റെ എക്സ്ട്രീം കളിയാണ് ഇന്നിപ്പോൾ ഇ പി കളിച്ചത്. എന്താണ്, ഭരണപക്ഷത്തിലിരിക്കുമ്പോൾ പോലും ഇങ്ങനെ ഒരു ന്യായവാദം വയ്ക്കില്ല മുന്നോട്ട്. അതായത് എല്ലാം അദാനി പറഞ്ഞിട്ടുണ്ടല്ലോ, അതിപ്പോൾ പിന്നെ നീ വിവാദമാക്കേണ്ട കാര്യമില്ല, വലിയ വികസന പദ്ധതികൾക്കൊക്കെ ഇതൊക്കെ തടസ്സമാകും നിങ്ങളിങ്ങനെയൊക്കെ വിവാദമാക്കിയാൽ എന്നുള്ളത് ഒരു 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 സർക്കാർ വിലാസത്തിനും അപ്പുറത്ത് കടന്നു പോകുന്ന ഒരു പ്രതികരണമായിരുന്നു വിലാസമായി. ഒരു മുതലാളി വിലാസമായി പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇവരിപ്പോൾ പ്രതിപക്ഷത്താണോ ഭരണപക്ഷത്താണോ എന്ന് സംശയിക്കത്തക്ക നിലയിലാണ് ഇരുപക്ഷത്തുമുള്ള നേതാക്കന്മാരുടെ പല പ്രതികരണങ്ങളും എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഇ പിയുടെ പ്രതികരണം. പിന്നെ ഇ പിക്ക് ഇത് അറിയാഞ്ഞിട്ടാണോ, ഇ പിക്ക് ഇത് ഒരുപക്ഷെ അദ്ദേഹം ഇത് പ്രതികരണം നടത്തിയതിന് ശേഷം രണ്ടാമത് ആലോചിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നോ ഞാൻ പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് ഒരു ആലോചന ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിന് പറഞ്ഞേ പറ്റൂ, എങ്ങനെയും എൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തി പോയേ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് മൈക്ക് മുന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ ഈ കൂടെ ഇല്ല എന്നുള്ളത് പറഞ്ഞു വയ്ക്കാൻ കണ്ടെത്തിയ ഒരു ന്യായം ഒരു തൊടുന്യായമായിരുന്നു, അല്ലെങ്കിൽ അത് മുതലാളി വിലാസമായി പോയി എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം CPIM വലിയ ആഭ്യന്തര കുഴപ്പം നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായി CPIM നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒക്കെ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നത അതിനുള്ളിൽ വളരെ ഗുരുതരമായ രീതിയിൽ, അല്ലെങ്കിൽ കുറേ രൂക്ഷമായ രീതിയിൽ പരുവപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് പോവുകയാണ് വൈകാതെ. അപ്പോൾ ആ സംസ്ഥാന കമ്മിറ്റിയിൽ എന്തായിരിക്കും ഇനി സംഭവിക്കുക, ഏത് തരം ചർച്ചകളായിരിക്കും ഉയർന്നു വരിക, ഇത് പലരെയും ബുദ്ധിമുട്ടിലാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ സംസ്ഥാന നേതൃത്വം തന്നെ വേറെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമായിട്ടൊക്കെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. ഒരുപക്ഷെ ആ സംസ്ഥാന കമ്മിറ്റിയിൽ ചിലർ ഒരു പ്രശ്നമുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുമായിട്ടാണോ വരുന്നത് എന്നുള്ള സംശയം പരസ്പരം പ്രകടിപ്പിക്കുന്നു. ഇതൊക്കെ സമാന്തരമായി നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ വിഴിഞ്ഞം വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതികരണം വന്നത് ആരുടെ ഭാഗത്തു നിന്നാണ്? KK രാഗേഷിൻ്റെ ഭാഗത്തു നിന്നാണ്. KK രാഗേഷ് CPIM ഈ ആന്തരിക പ്രതിസന്ധിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ KK രാഗേഷിൻ്റെ ആ പ്രതികരണത്തിന് കൈകൊടുക്കേണ്ടതില്ല എന്നുള്ള ഉറച്ച ബോധ്യം കണ്ണൂരിൽ നിന്നുള്ള വലിയ വിഭാഗം നേതാക്കൾക്കുണ്ട്. അതിനെങ്ങനെ അതിനോട് പ്രതികരിക്കണം എന്നുള്ളതിലൊരു ചെറിയ പാളിച്ച ഇദ്ദേഹത്തിന് സംഭവിച്ചിരിക്കും. പക്ഷേ ശൈലജ ടീച്ചർക്ക് അത് സംഭവിച്ചിട്ടില്ല. ശൈലജ ടീച്ചർ കൃത്യം പോയിൻ്റാണ് സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ കൃത്യം കാര്യമാണ് പറഞ്ഞത്. അത് ഗൗരവത്തിലെടുക്കേണ്ട കാര്യമില്ല. എടുത്താൽ എന്താ കുഴപ്പമെന്നറിയാമോ? ഇപ്പോൾ ഇപ്പോൾ ദിവ്യ എസ് അയ്യരെ മാറ്റി 3 വർഷം അവർ ആ സ്ഥാനത്ത് തുടർന്നതിന് ശേഷമാണ് മാറ്റിയത്. ഒരു സാധാരണ സ്വാഭാവികമായ ഒരു മാറ്റമായി അതിനെ കാണാവുന്നതാണ്. പക്ഷെ KK രാഗേഷ് അത് പറയുമ്പോൾ അതിന് പിന്തുണച്ചതാരാണ്? ആ രാഗേഷിൻ്റെ വാക്കിനെ തന്നെ പിന്തുണച്ചതാരാണ്? അത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ വളരെ പെട്ടെന്ന് KK രാഗേഷിൻ്റെ വാക്കുകൾക്ക് പിന്തുണയുമായി എത്തി. അത് ദിവ്യ എസ് അയ്യർ ഉണ്ടായിരുന്നപ്പോൾ അദാനിയെ ചെറുക്കുമായിരുന്നു എന്നുള്ളത് പിണറായി വിജയൻ്റെ വാക്കുകളാണ്. ആ പിണറായി വിജയനെ കൂടിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ശൈലജ ടീച്ചർ പറഞ്ഞത് എന്താണ്? സ്വാഭാവികമായ ഒരു മാറ്റമാണ്, അതിനെ ആ മട്ടിലേ കാണേണ്ടതുള്ളൂ, അതിനെ അങ്ങനെ എടുക്കേണ്ടതില്ല എന്ന് പറയുന്നത് ഒരു നിസ്സാര സംഗതിയല്ല. അത് കൊടുത്തിരിക്കുന്ന ഒരു സന്ദേശം, ആ ജസ്റ്റർ എന്ന് പറയുന്നത് ഒരു വലിയ വലിപ്പമുള്ള സംഗതി തന്നെയാണ്. ഈ അദില അബ്ദുള്ള അവിടെ ഇതിനു മുമ്പ് MD ആയിരുന്നു, 10 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പ് ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നത് 2-3 വർഷത്തിൽ താഴെ എന്തായാലും. അപ്പോൾ അവരെയൊക്കെ ഈ മാറ്റിയത് ആരാണ്? LDF സർക്കാരാണ്. അതെന്താ ഇവർക്കെല്ലാം അദാനിയോട് കീഴടങ്ങിയത് കൊണ്ട് മാറ്റിയേക്കാൻ തീരുമാനിച്ചതാണോ? സ്വാഭാവികമായും ആ ചോദ്യം ഉണ്ടാവുമല്ലോ. മാത്രമല്ല, ഈ വാദം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യം VD സതീശനായാലും അല്ലെങ്കിൽ ഭരണപക്ഷമായാലും തിരിച്ചു ചോദിക്കുന്ന ചോദ്യമായിരിക്കും. കാരണം നിങ്ങൾ അങ്ങനെ ഈ വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് ഇവരെ ഈ 2 പേരെ ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഈ ചുമതല വഹിച്ചവരെ എന്തിനാണ് മാറ്റിയത് എന്ന് ചോദിക്കില്ലേ സ്വാഭാവികമായും. അതിലതുള്ള അങ്ങനെ മോശം ഒരു ഉദ്യോഗസ്ഥയൊന്നും അല്ലല്ലോ. അത് മാത്രമല്ല, അതായത് അതിനകത്ത് വരുന്ന, അതായത് ഇപ്പോൾ KK രാഗേഷ് പറയുകയും പിണറായി വിജയനെ സമ്മതിക്കുകയും ചെയ്ത കാര്യത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള അർത്ഥം എന്താവും?
രാഷ്ട്രീയ നേതൃത്വത്തെക്കാൾ വലുതാണ് ഉദ്യോഗസ്ഥരിരുന്നാലുള്ള പവർ എന്നല്ലേ അതിനർത്ഥം. അത് ഇവരുടെ പാർട്ടിയുടെ ഇവരുടെ സർക്കാരിൻ്റെ ആത്യന്തികമായുള്ള അടിസ്ഥാനത്തെ തന്നെയും തള്ളിക്കളയുന്നതാണ്. കാരണം അവർ പറയുന്നത് രാഷ്ട്രീയ ലീഡർഷിപ്പാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, ഉദ്യോഗസ്ഥരല്ല എന്നാണ്. അവർ പിണറായി വിജയൻ്റെ പോലും നിലപാട് അതിൻ്റെ മുകളിൽ അതിന് ഓപ്പോസിറ്റായിട്ട് വന്ന് നിൽക്കുന്ന അത്ഭുതം അതിനകത്തുണ്ട്. സ്വാഭാവികമായിട്ടും. അപ്പോൾ അത് ആ ഒരു പ്രശ്നത്തെ വളരെ പെട്ടെന്ന് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ കെ രാഗേഷിനെ പിന്തുണച്ച് രംഗത്തെത്തുകയും ആ നിലപാട് പാർട്ടി നിലപാടായി ഗവർണർ മാഷ് അവതരിപ്പിക്കുകയും ചെയ്തതിന് ശേഷം ശൈല ടീച്ചർ നടത്തിയിരിക്കുന്ന ഇന്നത്തെ പ്രതികരണത്തെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഞാൻ കാണുന്നത്. അത് പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ഈ വിഷയങ്ങളിലെ അഭിപ്രായ രൂപീകരണത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പാർട്ടി ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടും പാർട്ടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും നിലനിൽക്കുന്ന ആശയക്കുഴപ്പങ്ങളും ആ കാര്യത്തിലെ നിലപാടുകളിലൊക്കെയുള്ള കൃത്യമായൊരു സൂചനയായി തന്നെ നമുക്കതിനെ കാണണം. ഇനി ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കെ കെ രാഗേഷ് അവിടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നു. കെ രാഗേഷ് ജില്ലാ സെക്രട്ടറി ആയതിൽ തന്നെ ഭരണഘടനാപരമായ ചില പ്രശ്നങ്ങൾ CPIM ഉണ്ട് എന്നുള്ളത്, അതായത് CPM-ൻ്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് പരാതിയായി തന്നെ പോളിറ്റ് ബ്യൂറോയ്ക്ക് പോയിട്ടുള്ളതാണ്. കാരണം ജില്ലാ കമ്മിറ്റിയിൽ കോപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജില്ലാ സെക്രട്ടറിയായി കെ രാഗേഷിനെ കൊണ്ടുവന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ് അവിടെ. അപ്പം ജില്ലാ കമ്മിറ്റി ആയിരുന്നില്ല, അത് സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു നേരിട്ട്. അപ്പോൾ പക്ഷേ ഈ ഒരു വിവാദം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ ജില്ലാ സെക്രട്ടറി ആകാത്ത ഏറ്റവും സീനിയറായ അംഗമായതുകൊണ്ട് അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി ആക്കി എന്നുള്ളതാണ് ന്യായവാദം പറഞ്ഞത്. പക്ഷേ ഒരു തിടുക്കം ആ തീരുമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം അതിനകത്തുണ്ട്. അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ കണ്ണൂരിലെ പ്രധാനപ്പെട്ട പരാജയങ്ങളിൽ ഒരു കാരണക്കാരൻ ജില്ലാ സെക്രട്ടറിയാണ് എന്ന മട്ടിൽ അവിടെ ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിൽക്കുമ്പോൾ ജില്ലാ സെക്രട്ടറി വളരെ ആക്റ്റീവായി ഈ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ റോൾ എടുക്കേണ്ടതില്ലാത്ത ഒരു വിഷയത്തിൽ ഒരു കമൻറ്റ് പറയുകയും അതിന് പിന്തുണയുമായി പാർട്ടിയും സംസ്ഥാന നേതൃത്വവും പിണറായി വിജയനും എല്ലാം രംഗത്തെത്തിയപ്പോൾ അതിനെ ഒരൊറ്റയടിക്ക് അതിനെ പിടിച്ചു നിർത്തിയതാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇത് ഒരു വലിയ സൂചനയാണ്. ഇതിപ്പോൾ നമ്മൾ ഈ ദർഭമുന കൊണ്ട് പരസ്പരം എറിഞ്ഞു കൊല്ലാനാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ വളരെ കൃത്യമായി ഈ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട് തന്നെ പോകണം എന്നും ഇക്കാര്യത്തിൽ ഈ പിണറായി വിജയൻ്റെ ഒരു ഓറയ്ക്കപ്പുറത്തൊരു ചർച്ച നടക്കില്ല എന്നുള്ള സ്ഥിതി ഇവിടെ ഇല്ല എന്നുമുള്ള സന്ദേശം നൽകൽ കൂടിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം സംസ്ഥാന കമ്മിറ്റിയിൽ ആ ചർച്ചകൾ വരും. കാരണം താഴെത്തട്ടിൽ വലിയ ചർച്ചകൾ ഉയർന്നതാണ്. താഴെത്തട്ടിൽ സംസ്ഥാന തലത്തിൽ എല്ലാ ഘടകങ്ങളിലും വലിയ ചർച്ചകൾ ഉയർന്നതാണ്. ആ ചർച്ചകളിന്മേൽ ആക്റ്റീവായിട്ടുള്ളൊരു ആക്റ്റീവായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല എന്നുള്ള സംശയം പിന്നീട് MV ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൽ ഇതെല്ലാം ഉൾപ്പെട്ടിട്ടില്ല, വന്ന വിമർശനങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല, അതല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള വിമർശനവും താഴെത്തട്ടിലുണ്ട്. അതിനുശേഷമാണ് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പ്രതികരണങ്ങൾ കാണുന്നത്. പുത്തലത്ത് ദിനേശൻ ആദ്യം ഒരു ഈ പരാജയ കാരണങ്ങളെ വിശദമായി വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു ലേഖനം എഴുതി അദ്ദേഹം. അതായത് ഈ പാർട്ടിയെ അനാവശ്യമായി കടന്നാക്രമിച്ച അനാവശ്യമായ ചില കാരണങ്ങളൊക്കെ ആളുകൾ കണ്ടെത്തുന്നു എന്നുള്ളതിനെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം എഴുതിയത്. ഒരക്ഷരം എനിക്ക് മനസ്സിലായില്ല അത് വായിച്ച് അവസാനിപ്പിച്ചപ്പോൾ. സത്യമായിട്ട് ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ രണ്ടാമതൊരെണ്ണം വരുന്നു, എല്ലാം എനിക്ക് മനസ്സിലായി. എല്ലാം വളരെ കൃത്യമായി സ്ട്രെയിറ്റ് ആയിട്ട് പുത്തലത്ത് ദിനേശൻ ഒരു പ്രതികരണം നടത്തി. ഒരു അസ്വാഭാവികമാണതൊക്കെ CPM-നെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രതികരണം ഇപ്പോൾ നടത്തി കാണുന്നത് അസ്വാഭാവികമാണ്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ അതിങ്ങനെ മറഞ്ഞു പോകുന്നു എന്നുള്ളത് ഒരു തോന്നലാണ്. അതിന് പിണറായി വിജയനെ തന്നെയാണ് ഇവർ ചൂണ്ടുന്നത്. അതിന് കാരണമുണ്ട്. കാരണം ഇത് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ചർച്ചയാണ്. എന്താ നമ്മളും ചർച്ച ചെയ്താണ് ഇവിടെ. അതായത് 10 വർഷം ഈ സംസ്ഥാനത്തെ ഭരണത്തെ നയിച്ച മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ആ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഞാൻ ഈ 10 വർഷം നയിച്ചതാണല്ലോ, അപ്പോൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തലോ അല്ലെങ്കിൽ ഇപ്പോൾ VS അച്യുതാനന്ദനോ EK നായനോരോ ഒക്കെ തോൽവിയുടെ ഘട്ടത്തിൽ ആ തോൽവിയെ ഏറ്റെടുത്തുകൊണ്ട് തോൽവിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റോ ഫേസ്ബുക്കിലൊരു കമൻറ്റ് വന്നതല്ലാതെ അതിനപ്പുറത്ത് മതിയായ വിധത്തിലില്ല. മാധ്യമങ്ങളോട് കാര്യങ്ങൾ പ്രതികരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് വിശദീകരിക്കാൻ നിന്നിട്ടില്ല. അദ്ദേഹത്തെ പിന്നെ ആകെ കാണുന്നത് എങ്ങനെയാണ്? പ്രതിപക്ഷ നേതാവായിട്ടുള്ള സർക്കാരിനെതിരെയുള്ള പ്രതികരണങ്ങളുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വരുന്നത്. അതിനപ്പുറത്ത് 10 വർഷം ഭരിച്ച ഭരണാധികാരി എന്ന നിലയിൽ എനിക്ക് എന്താണ് പറയാനുണ്ടായിരുന്നത് ഈ പരാജയത്തിൽ എന്നതുപോലും അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളത് ഒരു പരാതിയായി ഇതിനകത്ത് നിലനിൽക്കുകയാണ്. അപ്പോൾ അതിനെയും അങ്ങനെ മറികടന്ന് പോകാം. അദ്ദേഹം പരാജയത്തെ ഭയപ്പെടുന്ന ആളാണെന്ന് ഞാൻ കരുതുന്നില്ല.
പരാജയത്തെ ഭയപ്പെടുന്നതല്ല. പക്ഷേ അദ്ദേഹം ഇതിനെ നിസ്സാരമായി കണ്ട് മറികടന്ന് പോയോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഈ കാര്യത്തിൽ ഈ ചർച്ചകൾ നടക്കുന്നുണ്ട്, താഴെത്തട്ടിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള ചേരിതിരിവ് ഒരു പക്ഷേ CPIM-ൽ ഈ എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുമ്പോൾ ആളുകൾ പലതരത്തിൽ ആ ചർച്ചകൾ ഉയർത്തിക്കൊണ്ട്, കാരണം ഇതിനകത്തൊരു എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിനെക്കുറിച്ചൊരു കമൻറ്റ് പോലും പറയാതെ അദ്ദേഹം പിണറായി വിജയൻ വീണ്ടും ആ പ്രതിപക്ഷ നേതാവായി വരുന്നു, ആ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതൊരു വലിയ പ്രശ്നമായി ഇതിനകത്ത് ചർച്ചയിലുണ്ട് CPM-നുള്ളിൽ. അപ്പോൾ ഇതിനെല്ലാം ഉള്ള കൃത്യമായ ഒരു സൂചന ഇന്ന് കിട്ടി എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ഇതിപ്പോൾ പരസ്യമായി ഈ ഒരു വിഷയത്തിലൊരു കമൻറ്റ് വന്നു എന്നുള്ളത് ഒഴിച്ചാൽ അതിനപ്പുറത്ത് താഴെത്തട്ടിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വം തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോട് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കൗതുകകരമായ, ഇതുവരെ CPIM അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത, CPM-ൽ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു.